ഹായ് ഗെയ്സ്. അപ്പോൾ ചാളയാണ് കേട്ടോ. ചാള ഞാൻ മുറിക്കാൻ വേണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിയിട്ട് വറുക്കാൻ. അപ്പോൾ എനിക്ക് 2-3 ദിവസം മുമ്പ് യൂട്യൂബിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പൊതുപ്രവർത്തനം അതുപോലെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യണം. പിന്നെ അവർ ഓഫാക്കിയിട്ടേക്കണേണ്. അപ്പോൾ എൻ്റെ അക്കൗണ്ട് മിക്ക ആൾക്കാരെയും കാണാൻ പറ്റില്ല എന്നൊക്കെ അവരെനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പാട്ട് അതുപോലെ ഡയലോഗ്സൊക്കെ യൂട്യൂബിൽ നിന്ന് എടുക്കുന്നത് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ഞാൻ തുടർന്ന് പോയില്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ അത് ഉള്ളത് വരെയും എന്തെങ്കിലുമൊക്കെ ഇടും. അപ്പോൾ അതുകൊണ്ട് ആരും വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നത്. കുറേ പേര് എന്നോട് വിളിച്ച് പറഞ്ഞു വീഡിയോ കാണുന്നില്ല എന്ന്. അപ്പോൾ അതാണ് ഇതിൻ്റെ കാരണം. മീൻ മുറിച്ച് വറുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനൊക്കെ ചട്ടിയിലങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഈ അടുത്ത് കയറിയ ആൾക്കാരെ അക്കൗണ്ട് അവർക്ക് റീച്ച് ആയല്ലോ, മില്യൺ ആയല്ലോ എന്നൊക്കെ. അപ്പം നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, പൈസ കൊടുത്താൽ നമുക്ക് മില്യൺ ആക്കാം, കാണുന്നതാക്കാം, എല്ലാം ചെയ്യാം. കാരണം അങ്ങനെ എനിക്ക് കുറേ പേര് അറിയുകയും ചെയ്യാം. ഞാൻ സത്യസന്ധമായിട്ട് എടുത്തൊരു അക്കൗണ്ടാണ്. ഞാൻ ഒന്നും ചെയ്യാത്തൊരു അക്കൗണ്ടാണ്. കാരണം അതിൽ ആൾക്കാർ വന്ന് കയറുകയും അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം ഞാൻ ഒന്നും ചെയ്യാണ്ട് കിട്ടിയതാണ്. സത്യസന്ധതയ്ക്ക് ഈ കാലഘട്ടത്ത് ഒരു നീതിയും കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നും പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്നതൊന്നും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം സത്യസന്ധമായിട്ട് നേടുന്നത് എന്തും നമുക്ക് നിലനിൽക്കുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെയുള്ളതൊന്നും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർക്കാണ് കാലം എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് പറയണമല്ലോ. കാരണം യൂട്യൂബ് അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഇപ്പോൾ ഉള്ള പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോസിനെല്ലാം മറ്റുള്ളവരെ പാട്ട് കൊണ്ടിടുന്നു, വോയിസ് കൊണ്ടിടുന്നു എന്നുള്ള പരാതിയാണ്. അത് പരാതി കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടാമതൊന്ന് എന്താണ് ചെയ്താൽ ശരിയാവും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിനൊന്നും പറ്റത്തില്ല. കാരണം അതുപോലെ തന്നെ ഇവർ പറയണ പോലത്തെ വീഡിയോസൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം അതിൽ നല്ല പത്രത്തിൽ വല്ല ജോലിക്ക് പോകണതല്ലേ നല്ലത്. ഇതിലും ഭേദം അതാണ്. കാരണം എനിക്ക് നാട്ടുകാരെ പൊങ്കാല ഇടൽ കേൾക്കാനുള്ള ആരോഗ്യമില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ടെൻഷൻ അടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ടെൻഷനുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ടാന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് വറുക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതന്നെ ഇഷ്ടമില്ലാത്ത ഫാമിലിയാണ് എൻ്റെത്. അതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കള്ളത്തരങ്ങൾക്ക് ഇന്ന് കാലമുണ്ട്, സിൻസിയറായിട്ടുള്ളവർക്ക് കാലമില്ലാന്ന് പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ ബൈ. ഇപ്പം ഞാൻ മീൻ വറുക്കാൻ ഇട്ടു കേട്ടോ.